അമ്മയായാലും മോളായാലും ആക്ട്രസ് ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമുക്ക് ഈ പബ്ലിക്കിലൊക്കെ പോകുമ്പോഴും ഒക്കെ അല്ലേ, നമുക്ക് സോഷ്യൽ മീഡിയ ഇസ് ഓൾവേസ് ദെയർ. നമുക്കൊരു പ്രൈവസി ഇല്ലാന്നോ അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ മോക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല, അവൾക്ക് തോന്നാൻ കാരണമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഭയങ്കര ഓപ്പൺ ആണ് പബ്ലിക്കിലേക്ക്. എന്നെ എവിടെയും കാണാം, മീൻ മാർക്കറ്റിലും കാണാം, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നിടത്തും കാണാം, എല്ലായിടത്തും കാണാം. പീപ്പിൾ എന്നെ ചീത്ത പറയും, പൊന്നമ്മേ കുറെയൊക്കെ വേറെ ആൾക്കാരെ വിടൂ, അല്ലെങ്കിൽ വേറെ. ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ഉള്ളിലത്തെ അതല്ലേ, ഞാൻ ഇപ്പൊ എത്ര ഞാൻ വലുതായാണെങ്കിലും എനിക്ക് അതല്ലേ എനിക്ക് ആവാൻ പറ്റും. അപ്പം ഞാൻ എല്ലായിടത്തും ഉണ്ട്. എവിടെ ഓണം പരിപാടി അവതരിപ്പിച്ചാലും, എവിടെ എന്തെങ്കിലും വീട്ടിൽ പരിപാടി അവതരിപ്പിച്ചാലും, ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ ആദ്യം ഫ്രണ്ടിൽ കയറി നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള 1000 പേര് ഇങ്ങനെ സിനിമ നടി തന്നെയാണോ, ഇവരെങ്ങനെ ഇങ്ങനെ ഇത്ര ലോ ആവുന്നത്, അല്ലെങ്കിൽ ഇത്ര ഇതാവുന്നത്, എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നത്, ഇത്ര ഓപ്പൺ അപ്പ് ആവുന്നത്, നമ്മളോടൊക്കെ നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെന്ന് അങ്ങനെ അവർക്ക് മൈൻഡിൽ അതങ്ങ് കയറുന്ന രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കാണാം. പർച്ചേസിങ്ങിന് പോയാലും എവിടെ പോയാലും ഒക്കെ ഞാൻ അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ആവണി അതെടുക്കല്ലേ, അമ്മ സിനിമ നടി ശബ്ദം കുറച്ചിട്ട് എടുത്ത് വയ്ക്കുമ്പോ അമ്മ. അപ്പൊ അതും ഞാൻ പറഞ്ഞ അതും അതെടുക്കല്ലേ, അമ്മേ സിനിമ നടി അപ്പൊ അവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കും, ഇതെന്റെ അമ്മയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ കണ്ടു നിൽക്കുന്നോണ്ട് അവൾക്ക് അങ്ങനെ എവിടെയും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവൾക്ക് എവിടെയും പോവാ, എല്ലാം ചെയ്യാം. അവളെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയല്ലോ എന്നെക്കാളും നന്നായിട്ട്. എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പൊ എന്നെങ്ങനെ പറയും, ആവണി ഫിനിക്സിലെ ആവണി. എന്നെ മിക്ക സിനിമയിലും കറുപ്പിക്കുകയാണ്. ദൃശ്യം 2 തന്നെ കറുപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ സിനിമയിലും എനിക്ക് ഡൾ മേക്കപ്പ്. എന്നെ പെട്ടെന്ന് നേരിട്ട് കാണുമ്പോൾ ഒരു 60% ആളുകൾക്കും സംശയമാണ്, ഈ കുട്ടിയാണോ കുട്ടിയാണോ കുട്ടി, സീരിയലിലല്ലേ എന്നൊക്കെ ചോദിച്ചോളയും. അപ്പൊ അതുകൊണ്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സേഫ് സോണാണ്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ആവണി ഫിനിക്സിൽ കൈയൊടിച്ച കുട്ടികളൊക്കെ പെട്ടെന്ന് ഓടി വരും, കൈയൊടിച്ച ചേച്ചി ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറയും കണ്ടോ റെക്കഗ്നൈസ് ചെയ്ത് കണ്ടോന്ന് പറയും. പക്ഷെ അതൊരു ഇഷ്ടാവുന്നുണ്ട് അല്ലെ, റെക്കഗ്നൈസ് ചെയ്യുമ്പോ. ചില കുട്ടികളൊക്കെ കൈന് ഓക്കെ ആണോ ചേച്ചി എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ അമ്മ ഇങ്ങനെ ഭയങ്കര ഒച്ചയിട്ട് വർത്താനം പറയുമ്പോഴും ഒക്കെ അമ്മ പതുക്കെ അമ്മ ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കത്തില്ല. അത് പറയുന്നതിനും പോടും. അങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഡ്വൈസ് അമ്മയ്ക്ക് കൊടുക്കുമ്പോഴേ ഭാവിയിൽ ഒരു ആക്ട്രസ് ആവുകയാണല്ലോ ആവണി ഇപ്പൊ. അപ്പൊ അങ്ങനെ ആയിരിക്കോ ആവണി? അങ്ങനെ ആയിരിക്കോ? ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിരിക്കും, അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ പോയി അങ്ങനെ ബഹളം വെക്കില്ല, ഇപ്പൊ അമ്മ കാണിക്കുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ ഇല്ല. അതെ ഇത് സംസാരമാണ്. ആവണി എങ്ങനെയായിരിക്കും ഒരു വലിയൊരു ആക്ട്രസ് ആയി കഴിഞ്ഞാൽ? നമ്മളൊരു മനസ്സിനകത്തൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ വലിയൊരു ആക്ട്രസ് ആവുന്നുണ്ട്, ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പോകുന്നുണ്ട്, ഇപ്പൊ അമ്മ ചെയ്യുന്ന പോലെയൊക്കെ എല്ലായിടത്തും ഞാൻ പോകുമോ? അങ്ങനെയൊക്കെ ഒരു എന്തായിരിക്കും പ്ലാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ അവന് ഭയങ്കര ഒരു ആക്ട്രസ് ആയി, പോകുന്ന പോലെ ലോക്കൽ സ്ഥലത്തൊക്കെ പോകുന്ന പോലെ നീ പോകുന്ന ഞാൻ ഡൗൺ ടു എർത്ത് ആയിരിക്കും ഒബ്വിയസ്ലി. അങ്ങനൊന്നുമില്ല. പിന്നെ ഞാൻ വെൽ പ്ലാൻഡ് ആയിരിക്കും. പിന്നെ ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒച്ച റേസ് ചെയ്യില്ല. ഞാൻ ഒച്ച കുറച്ച് ഇതുപോലെ ആയിരിക്കും സംസാരിക്കുക. എത്ര ഔട്ട് ഓഫ് കൺട്രോൾ ആയാലും അതിനെ പീസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ അതെ. ഇപ്പോഴേ ട്രെയിൻഡ് ആണോ എങ്ങനെ ഈ പറഞ്ഞ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാനും? നമ്മളൊക്കെ ആണെങ്കിൽ പീസ്ഫുൾ ആയവരെ എങ്ങനെ ട്രെയിൻ ആക്കാൻ പറ്റുമെന്നാണ് എന്റെ ചെവിയിൽ വന്നിട്ട് പറയും, അമ്മേ ഒച്ച ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, ഞാനിത് വാങ്ങിച്ചോട്ടെ, കടയിലൊക്കെ എത്തുമ്പോഴേ ഇത് വാങ്ങിച്ചോട്ടെ, ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിങ്ങനെ ന്യായങ്ങൾ വേണ്ട, അതാണ് ഇത്. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ ഓക്കെ ശരി. പിന്നെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കും, നോട്ടത്തിൽ മനസ്സിലായി, വാങ്ങുന്നില്ല, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അടുത്ത് പറയും. അല്ല പക്ഷേ അത് നല്ലൊരു കാര്യ അല്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാണക്കേട് തോന്നുന്നു, ഞാനൊന്നും ഇത്രയും ചിന്തിച്ചില്ലല്ലോ എന്നല്ലേ.